ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളകും ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് ബോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ 2 ഉരുളക്കിഴങ്ങും വലിയ ഉരുളക്കിഴങ്ങാണ്, ഒരു ബീട്രൂട്ടും 2 ക്യാരറ്റുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗ്രീൻ പീസോ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മേഷർ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി ഇത് ഉടച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്താൽ മതി. ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതിലെ കൂടുതലുള്ള വെള്ളമൊക്കെ ആ ബ്രെഡ് ക്രംസ് അബ്സോർബ് ചെയ്തെടുത്തോളും. അപ്പോൾ ഈ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അത് പൊട്ടിപ്പോകുകയൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒരു അടപ്പ് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള കട്ട്ലറ്റാണ് വേണ്ടത് വെച്ചാൽ ഇതേപോലെ ഒരു ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കയ്യിലൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനിവിടെ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കോഴിമുട്ട കഴിക്കാത്തവർ ഇതിന് പകരം കോൺഫ്ലോറോ മൈദയോ ഇതേപോലെ കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് എടുത്താലും മതി. അതിൽ കോട്ട് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസും കൂടെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഷേപ്പ് പോവാത്ത വിധത്തിൽ കവർ ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ എല്ലാ കട്ട്ലറ്റും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം ഈ കട്ട്ലറ്റ് അതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചാലും ഇത് പൊട്ടിപ്പോവും, ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്